എടാ നിനക്കൊക്കെ ബോധമുണ്ടോ? ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സഖാവെ ഒരു ചോദ്യം എന്നൊക്കെ ചോദിച്ച് വെറുതെ അയാളെ ഡിസ്റ്റർബ് ചെയ്യണത് ശരിയാണ്? നിങ്ങൾക്കൊരു ഒരു സാമാന്യ ബോധമില്ലേ? ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴതിൻ്റെ ഇടയിലാണ് കള്ളും കുടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് കണകുണ കണകുണ വർത്താനം പറയുന്നത്. കുറച്ചൊക്കെ ബോധം വേണ്ടേ? പണ്ട് പിണറായി പറഞ്ഞതുപോലെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അത് അവനവൻ്റെ വയറ്റിൽ കിടക്കണം. അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയല്ല പാർട്ടി സമ്മേളനങ്ങളും പാർട്ടി പരിപാടികളെന്നൊക്കെ പണ്ടേ സഖാവ് പറഞ്ഞിട്ടുള്ളതാണ്. കുറെ കള്ളും കുടിച്ചും കൊണ്ട് കുറെ പ്രവർത്തകന്മാർ വന്നിട്ട് കണ പറഞ്ഞാൽ പിന്നെ സഖാവിന് ദേഷ്യം വരൂല. പിന്നെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇനി വീട്ടിൽ പോയി പറഞ്ഞാൽ ഇനി ആരുടെ വീടാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ ചോദ്യം ചോദിച്ച പുള്ളിയുടെ എവിടെയാണോ അത് ഇനി പിണറായിയുടെ വീട്ടിലാണോ ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഈ മണ്ടനാണെങ്കിൽ അത് രണ്ടാമത് എടുത്ത് ചോദിച്ചതുമില്ല. ഇതിനേക്കാളും ഒരു രസം എന്ന് പറയുന്നത് ഇത് ഈ ഒരു സംഭവം നടന്നുകൊണ്ടേ മാപ്ര മയക്കം പിടിച്ചുകൊണ്ട് ഈ ചോദിച്ച പുള്ളിക്കാരൻ്റെ വീട്ടിൽ ചെന്നു. ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. സഖാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് സഖാവ് എന്നെ ഒരു ഇതിന് നിർത്തിയതാണ്. അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു വേദിയല്ല എന്നുള്ള താക്കീത് തന്നതാണ് സഖാവ്. അല്ല സഖാവ് എന്നെ ശകാരിച്ചതോ എന്നെ കുറ്റപ്പെടുത്തിയതോ എന്നെ അപമാനിച്ചതോ ഒന്നും അല്ല. അതെനിക്കൊരു അപമാനമായിട്ട് തോന്നിയിട്ടേ ഇല്ല എന്നാണ് ആ സഖാവ് പറഞ്ഞത്. സഖാവ് ചോദിക്കാൻ വേണ്ടി വന്ന കാര്യങ്ങളെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം കേരളത്തിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കേന്ദ്രം കേരളത്തെ ഞെരിപിരി ഞെരിപിരി എന്തോ പറയുമല്ലോ, ഞെരിപിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്നിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും കേരളത്തിൽ ഇത്രയും വലിയ വികസനങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾ മാസാണ്, മരണമാസാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്, കില്ലാടിയാണെന്നൊക്കെ പറഞ്ഞ സഖാവ് പറയാൻ വേണ്ടി എണീറ്റതാണ്. പക്ഷേ നടന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തകരാണ് ഏതൊരു പാർട്ടിയുടെയും കാതൽ എന്ന് പറയുന്നത് കേട്ടോ. നേതാക്കളായിട്ടുള്ള ആളുകൾ എത്ര എടുത്തിട്ട് അപമാനിച്ചാലും തറയിലെടുത്തിട്ട് ചവിട്ടിയാലും ഇനി എന്തൊക്കെ ഇനി വിളിച്ചു പറഞ്ഞാലും അതെല്ലാം പാർട്ടിക്ക് വേണ്ടി സഹിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തകരെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലേ കൂടെ കൂട്ടിക്കോണം. പൊന്നും വില കൊടുത്ത് കൂടെ കൂട്ടിക്കോണം. കാരണം എന്ത് വന്നാലും ഇവർ കൂടെ കാണും. ഏത് പാർട്ടിയിലായിരുന്നാലും ഇതുപോലെയുള്ള കുറച്ച് അണികളെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലേ നിങ്ങളെ പാർട്ടിക്കാരുടെ പുണ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ പൊന്നിൻ്റെ ഇപ്പോൾ സ്വർണ്ണത്തിനാണല്ലോ വില. സ്വർണ്ണത്തിനേക്കാൾ വിലയുള്ള ഐറ്റംസ് ആണ് ഇതുപോലെയുള്ള സഖാക്കൾ എന്ന് പറഞ്ഞാൽ. സഖാവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സഖാവ് പറഞ്ഞുകൊണ്ട് സമയം സഖാവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിക്കാരൻ്റെ വീടേ കണ്ടില്ലേ. ഇത്രയും വലിയ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള കുടുംബമൊന്നും അല്ല. നമുക്ക് ആ പുള്ളിക്കാരൻ്റെ വീട് കാണാൻ മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ വീട് അതാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ആ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്താണ് വലിയ സാമ്പത്തിക ശേഷി എന്നുള്ള പുള്ളിക്കാരനല്ല. അപ്പം ഈ പുള്ളിക്കാരൻ ഇത്രയും നേരം പൊക്കിയടിച്ച് പിണറായി വിജയൻ്റെ ആസ്തി എത്രയാണെന്ന് കൂടി ഈ സഖാവ് ഒന്ന് ചിന്തിക്കുന്നതല്ല. ചിന്തിക്കണ്ട അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സഖാവും നേതാവും തമ്മിലുള്ള അന്തർധാര അല്ലെങ്കിൽ ഒരു അന്തരം അങ്ങ് കുറഞ്ഞു പോകും. സോ ഇതുപോലെയുള്ള ആളുകളെ ഏത് പാർട്ടിക്കാരനായിരുന്നാലും ശരി തന്നെ ഒരിക്കലും കൈവിട്ട് കളയരുത്. നല്ല നല്ല പത്തര മാറ്റ് തങ്കക്കുടമാണ് ഇതുപോലെയുള്ള പ്രവർത്തകർ.